ഒരിക്കലും എനിക്ക് അച്ഛന്റെ മുൻപിൽ വന്ന് നിൽക്കാൻ സാധിക്കില്ല. അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം. അത് ശരിയല്ല നന്ദ. ഇപ്പൊ നന്ദൻ ഈ താലി എന്റെ കഴുത്തിൽ അണിയിച്ച ഇതിനുവേണ്ടി ഞാൻ നന്ദന്റെ കുടുംബം ഇല്ലാതാക്കിയതായിട്ട് വരും. അത് വേണ്ട. നിയമപരമായി അവരോടുള്ള എല്ലാ ബാധ്യതയും തീർത്തിട്ട് മതി നമ്മുടെ കല്യാണം. അപ്പോ ഇനി അവൾ വീട്ടിലേക്ക് കയറി വന്ന സന്ധ്യ ഉപദ്രവിച്ചാൽ അതിന് നിന്നു കൊടുക്കണമെന്നാണോ? അതൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നുമില്ല. സന്ധ്യ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇനി ഇതിൽ നിന്ന് എനിക്കൊരു തിരിച്ചുപോക്കില്ല. ഞാനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാ വന്നത്. ഇതാണ് തീരുമാനം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നന്ദന്റെ കൂടെ വരില്ലായിരുന്നു. ഒരുമിച്ച് തീർത്തേക്കടാ അവനെ. വാടാ.
താൻ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അതൊക്കെ സത്യമാവണമെന്നുണ്ടോ? പക്ഷേ അവന്തിയെടുത്ത് പറയുന്നത് കേൾക്കുമ്പോ എല്ലാവർക്കും അതിൽ സത്യം ഉണ്ടെന്ന് തോന്നില്ലേ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ എല്ലാ കുറ്റവും എന്റെ മേൽ അടിച്ചേൽപ്പിക്കുക. എടോ, അവന്തിയുടെ സ്വഭാവം തനിക്ക് അറിയാലോ. ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അവര്. എല്ലാ കാര്യത്തിലും തനിക്ക് ഈ വീട്ടിൽ കിട്ടുന്ന സ്ഥാനം, അച്ഛൻ തനിക്ക് തരുന്ന പ്രത്യേക സ്നേഹം, ഈ വീടിന്റെ നന്മയ്ക്കായുള്ള തന്റെ ഓരോ ഇടപെടലുകളും അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നെ അവന്തിയെടുത്തിയാ തന്റെ മുമ്പിൽ തോൽക്കുന്നേ. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ തന്നോടുള്ള പകയും വിദ്വേഷവും വളരെ വലുതാ. കിട്ടിയ അവസരത്തിൽ അവരത് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. എന്ന് കരുതി നമ്മുടെ കുഞ്ഞിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പവും വരില്ല. നമ്മുടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് അവര് പറഞ്ഞ ആര് വിശ്വസിക്കാനാ? ആരും വിശ്വസിക്കില്ല. പക്ഷെ എല്ലാവരുടെ ഉള്ളിൽ സംശയത്തിന്റെ ഒരു തീപ്പൊരി വീഴ്ത്താൻ അത് പോരെ സച്ചേട്ടാ? സാധാരണ മനുഷ്യരുടെ എല്ലാം ജീവിതം വിശ്വാസങ്ങളുമായിട്ട് ബന്ധം. നെഗറ്റീവ് ആവൂ. എടോ, താനെന്തിനിങ്ങനെ സങ്കടപ്പെടുന്നേ? തൻ്റെ കൂടെ ഞാനില്ലേ? ഹലോ, താനെന്തേ പറയുന്നേ? സത്യമാണോ? നിങ്ങളിപ്പോ എവിടെ ഉള്ളേ? ആ ശരി, ഞങ്ങൾ ഉടനെ എത്താം. സച്ചേട്ടാ, എന്താ സച്ചേട്ടാ? നന്ദേട്ടനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. വെട്ടും കുത്തുമായിട്ട് വഴിയിൽ കിടന്ന നന്ദേട്ടനെ ആരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന്. താൻ വേഗം വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം.
എന്തിനാ ഇനി സിന്ദൂരം? ആദ്യം അയാൾ ജീവിക്കോ അതോ മരിക്കോ എന്ന് ഉറപ്പാകട്ടെ, എന്നിട്ട് തീരുമാനിക്കാം സിന്ദൂരം തൊടണോ അതോ വെള്ളസാരി ഉടുക്കണോന്ന്. ഇത്രയ്ക്ക് വേണമായിരുന്നോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തോറ്റു പിന്മാറണായിരുന്നോ? അയാളെ അവക്ക് വിട്ടുകൊടുത്താ പിന്നെ ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താ? താലി കെട്ടിയ ഭർത്താവിന്റെ ജീവിതാ നീ ഇല്ലാതാക്കാൻ ഉത്തരവിട്ടത്. മൂർത്തി അത് നല്ല ഭംഗിയായിട്ട് ചെയ്തു കാണും. ഇതുകൊണ്ടെല്ലാം അവസാനിക്കുന്ന നീ കരുതുന്നുണ്ടോ? അയാൾ മരിച്ച ഇതിന്റെ എല്ലാത്തിന്റെ അവസാനമായിരിക്കും. അതല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാ ഇത് പുതിയ പലതിന്റെ തുടക്കമായിരിക്കും. ഇത് മൂർത്തിയുടെ കോളായിരിക്കും. കേൾക്കാൻ ഇഷ്ടമുള്ളൊരു വാർത്ത അവന് പറയാനും ഉണ്ടാവും. മൂർത്തി, നിനക്ക് പറയാനുള്ളത് ശുഭവാർത്ത തന്നെയല്ലേ? അവന്തിക ആഗ്രഹിച്ച വാർത്ത തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഏർപ്പാട് ചെയ്ത ആളുകൾ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. നന്നായി. ജീവനുണ്ടോ അതോ മരിച്ചോ? ഹേയ്, കൊണ്ടുപോകുമ്പോ ചെറിയൊരു അനക്കം ഉണ്ടായിരുന്നു. അവളോ? ആ നിലവിളി ഒന്ന് കാണേണ്ടതായിരുന്നു. ഇവിടെ ഇതുവരെ വിവരം എത്തിയിട്ടില്ല. ആ, ഉടനെ അവിടെയും വിവരം എത്തും. എന്തായാലും ഞാനൊന്ന് കരയാൻ തയ്യാറെടുക്കട്ടെ. ആ, ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും. കഷ്ടം. ഇനി എത്ര കാലം നിനക്ക് എൻ്റെ കഴുത്തിൽ ഇങ്ങനെ കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും അറിയില്ല. ചിലപ്പോ ഇന്നുകൊണ്ട് അവസാനിക്കും, അല്ലെങ്കിൽ കുറച്ച് നാൾ കൂടി. രണ്ടായാലും
ദേ അത് കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കാനുള്ളതാ. ആ ഞാൻ വരാം. നീ ഭക്ഷണം എടുത്ത് വെക്കേ. അച്ഛാ, അല്ല നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോവാ. അച്ഛനൊന്നും റെഡിയാവ്. ഇതാ ഇപ്പൊ നന്നായത്. നിങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് ഞാൻ എന്തിനാ റെഡിയാവുന്നത്? അതല്ല അച്ഛാ, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. സാധാരണ ഡോക്ടറെ കാണാൻ നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ പോകുന്നത്? ഇന്നും അത്ര എന്താ ഒരു പ്രത്യേകത? ഡോക്ടർ ഇഷാനെ കാണാനല്ല നമ്മൾ പോകുന്നത്. എന്താടാ നിങ്ങൾ രണ്ടുപേരും കൂടി എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ. നമുക്ക് പോകേണ്ടത് സിറ്റി ഹോസ്പിറ്റലിലേക്കാ. നന്ദേട്ടൻ അവിടെയുണ്ട്. അത് ശരി. അപ്പൊ വാർത്ത ഇങ്ങെത്തി. ഇനിയാണ് എന്റെ പെർഫോമൻസ്. ഏതായാലും സച്ചി പറഞ്ഞ് തീരട്ടെ. അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. അച്ഛൻ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. സത്യം പറ, നന്ദൻ എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? അതോ അവനെന്തെങ്കിലും അപകടം പറ്റിയോ? അച്ഛാ, നന്ദേണ്ണ ചെറിയൊരു അപകടം പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. സത്യം പറയടാ, എന്റെ മോൻ എന്താ പറ്റിയത്? സച്ചി, എന്റെ നന്ദേട്ടൻ എന്താ പറ്റിയത്? പറ സച്ചി, എന്റെ നന്ദേട്ടൻ എന്താ പറ്റിയത്? നന്ദൻ എന്ത് അപകടം പറ്റിയത്? സത്യം പറ, എന്താ ഉണ്ടായത്? അച്ഛാ, ആർക്കെ ചേർന്ന് നന്ദേട്ടനെ കൊല്ലാൻ ശ്രമിച്ചു. കൊല്ലാനോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അവരെന്റെ നന്ദേട്ടനെ കൊല്ലാൻ ശ്രമിച്ചത്. എന്റെ ഈശ്വരൻ, ഞാനിത് എങ്ങനെ സഹിക്കും? സത്യം പറ സച്ചി, എന്റെ നന്ദേട്ടൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളൊക്കെ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. പറ സച്ചി. അച്ഛനെ, എന്തിനാ നിങ്ങളത് മറച്ചു വെക്കുന്നത്? ആരെ എന്തോന്നൊന്നും അറിയില്ല എടുത്തി. ഒരു കൂട്ടം ആളുകൾ പെട്ടെന്ന് നന്ദേട്ടനെ ആക്രമിക്കായിരുന്നു. ഇതിന്റെ എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റ വരുത്തിയാ. ഞാനും നന്ദേട്ടനും ആദ്യം പഴക്കിട്ടു, പിന്നെ സ്നേഹിക്കുകയും ആഘോഷനായി. ഇപ്പൊ എന്റെ നന്ദേട്ടനെ കൊല്ലാൻ നോക്കി. ഇവളെ എന്ത് ഗർഭിണിയായോ അന്ന് തുടങ്ങിയതാ ഈ വീടിന്റെ സർവനാശം. അയ്യോ, എന്റെ നന്ദേട്ടൻ എങ്ങനെ സഹിക്കും? എന്റെ നന്ദേട്ടൻ, നന്ദേട്ടാ. അയ്യോ, ഈശ്വരാ. ഇപ്പൊ കറക്റ്റായി. സംഗതി ഏറ്റിട്ടുണ്ട്. ഇനി കരച്ചില് വീണ്ടും തുടങ്ങാം. ഉണ്ടാവില്ല സച്ചി, എനിക്ക് എന്റെ നന്ദേട്ടനെ കാണണം. നിങ്ങള് എന്നെ ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോവോ എന്നെ? സച്ചി മോനെ, നീ എന്റെ കയ്യിലൊന്ന് പിടിക്കണം. എന്റെ ശരീരം തളരുന്ന പോലെ. അച്ഛാ, ലേറ്റാക്കണ്ട, നമുക്ക് പോവാം. അതിരെ